2025 ഏപ്രിൽ 22 26 പേരെ പാകിസ്ഥാനി ഭീകരർ കൊന്നുകളഞ്ഞ സമയത്ത് അവരൊരിക്കലും ചിന്തിച്ചു കാണില്ല അവർക്ക് 14 ദിവസങ്ങൾക്ക് ശേഷം അവർ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള അവരുടെ ഏറ്റവും മെയിൻ കോട്ടകൾ പോലും തകർക്കുന്ന തരത്തില് ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ പാകിസ്ഥാൻ ചിന്തിക്കണമായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാന്റെ 93,000 സൈനികരെ, പറയുന്ന നമ്പർ നോക്കണം, 93,000 സൈനികരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇന്ത്യയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അന്ന് അമേരിക്കയും UK അടക്കമുള്ള രാജ്യങ്ങളും മുട്ടുകുത്തി തിരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ ഇന്ത്യനെ തകർക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യം പാകിസ്ഥാൻ ചിന്തിക്കണമായിരുന്നു. ഇന്ത്യയുടെ നെഞ്ചത്ത് കയറി ചുരണ്ടേക്കുന്ന സമയത്ത് പാകിസ്ഥാന് തിരിച്ചടി കിട്ടുമെന്നുള്ളൊരു കാര്യം പാകിസ്ഥാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ ഒരു മറുപടി കിട്ടിയേക്കാണ്. 2025 മെയ് 7 രാവിലെ 1:28 മുതൽ 1:51 എന്ന് പറയുന്ന 23 മിനിറ്റുകള് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നരനായാട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പൂരം തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു 1.5 വെടിക്കെട്ടാണല്ലേ. പക്ഷെ അതിനെ കവച്ച് വെക്കുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ടായിരുന്നു ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ ഡിഫൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 22 ഇന്ത്യയിലുള്ള 26 പാവപ്പെട്ട ജനങ്ങളെ, ഇൻക്ലൂഡിംഗ് ഒരു നേവൽ ഓഫീസറെ അടക്കം, പഹൽഗം അറ്റാക്കില് അവർ കൊന്നുകളഞ്ഞ സമയത്ത് അവരുടെ എല്ലാം ഭാര്യമാരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പോയി നിങ്ങളുടെ മോദിയോട് പോയി പറയേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്, ഞങ്ങൾ എന്തിനാണ് അറ്റാക്ക് ചെയ്തതെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മോദിയോട് പോയി പറയ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് മോദി അത് കേട്ടു. മോദി ആ അറ്റാക്കിന് തിരിച്ചടിക്കൊരു പേരുമിട്ടു. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ചരിത്രത്തില്, ഇന്ത്യയുടെ ചരിത്രത്തില് എഴുതി വെക്കാൻ പറ്റുന്ന തരത്തില് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് പോലും ഒരു അപകടം പറ്റാത്ത രീതിക്ക് ഇന്ത്യ ചെയ്തേക്കുന്ന ഹൈലി പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് അറ്റാക്ക്. ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുന്ന റഫേൽ വിമാനങ്ങളെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു വാർത്ത കേട്ടേക്കുന്ന സമയത്ത് തന്നെ ഞാൻ അന്നേ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് എയർക്രാഫ്റ്റുകൾ ഉണ്ടല്ലേ, സുഗോയ് ഉണ്ട്, തേജസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഉണ്ട്, MiG-21 എന്ന് പറയുന്ന എയർക്രാഫ്റ്റുകളൊക്കെ ഉള്ള സമയത്ത് ഇന്ത്യ ഈ പ്രാവശ്യം അവർക്കെതിരെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വെപ്പൺ ഏതാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കാൽപ്പ് എന്ന് പറയുന്ന ഒരു മിസൈൽ ആയിരുന്നു. ഇന്ത്യയുടെ അറ്റാക്ക് പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഒരു കാര്യം പാകിസ്ഥാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഒരു അടിപൊളി റഡാർ അങ്ങ് വാങ്ങിയായിരുന്നു. ഈ റഡാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരു അറ്റാക്ക് വരാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരം അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം കണ്ടെത്തിക്കൊണ്ട് ഒരു പക്കാ ഡിഫൻസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു റഡാർ ആയിരുന്നു ചൈന പാകിസ്ഥാന് കൊടുത്തിരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു റഡാർ സിസ്റ്റം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇന്ത്യൻ എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലോട്ട് കടന്നു എന്നുള്ളൊരു കാര്യം അവർ അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുന്ന സമയത്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം കാണാൻ പറ്റിയത്. ഈ പ്രാവശ്യം ഇന്ത്യ അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മിസൈൽ എന്ന് പറയുന്നത് സ്കാൽപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മെയ്ഡ് മിസൈലാണ്. സ്കാൽപ്പ് അല്ലെങ്കിൽ സ്റ്റോം ഷാഡോ എന്ന പേരുള്ള ആ ഒരു പേര് പോലെ തന്നെ ഷാഡോ പോലെ പറന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു മിസൈൽ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു മിസൈൽ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് തൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ റഡാർ സിസ്റ്റങ്ങൾക്ക് ഒന്നും ഇങ്ങനെ ഒരു മിസൈൽ അവിടെ വന്നേക്കുന്നതായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത്രയും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് അത്രയും കുഞ്ഞനായിട്ടുള്ള ഒരു മിസൈലാണ്. സ്കാൽപ്പ് മിസൈലിന്റെ ആക്ച്വൽ റേഞ്ച് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് 450 മുതൽ 550 കിലോമീറ്റർ റേഞ്ച് ആണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി റേഞ്ച് ഈ സാധനത്തിനുണ്ട്. അത് തന്നെയാണ് ഇന്ത്യ യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇന്ത്യ ഈ മിസൈൽ അങ്ങ് യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എയർ സ്പേസിൽ നിന്നുകൊണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ ഈ ഒരു അറ്റാക്ക് നടത്തി എന്നുള്ളതാണ് സ്കാൽപ്പ് മിസൈലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റഡാർ സംവിധാനങ്ങൾക്ക് ഈ ഒരു മിസൈൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാതെ നിന്നുപോയത്. കാരണം ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൺസ് ഈ ഒരു സാധനം ഈ ഒരു ടാർഗറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മിസൈൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഫ്ലൈ ചെയ്ത് പോയിക്കൊണ്ട് GPS സിസ്റ്റം, ഇൻഫ്രാറെഡ് സിസ്റ്റംസുകൾ മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് കൃത്യമായിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് വരെ ഇത് വളരെ ലോ പ്രൊഫൈലിലൂടെ ആയിരിക്കും പറക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു മിസൈൽ വരുന്നില്ല എന്നുള്ള രീതിക്ക് ഒരു മനുഷ്യനേക്കാളും ഒരു 2 മനുഷ്യന്റെ പൊക്കം മാത്രമേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് ഒരു 10-15 അടി മാത്രമാണ് അതിന്റെ പൊക്കം ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയൊരു കുഞ്ഞൻ മിസൈലാണ്. ഈ ഒരു സാധനം വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറന്നു പോയതിനു ശേഷം പാകിസ്ഥാൻ എയർ സ്പേസിലൂടെ കടക്കുന്നു. അതിനുശേഷം ഈ ഒരു കൃത്യമായിട്ടുള്ള പോയിന്റ് ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഇവന്റെ പണി തുടങ്ങുന്നത്. കൃത്യമായിട്ടുള്ള പോയിന്റിലോട്ട് കൃത്യം ആക്യുറസി കീപ്പ് ചെയ്തുകൊണ്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇന്ത്യയുടെ സ്കാൽപ്പ് മിസൈല് പാകിസ്ഥാന്റെ മെയിൻ സ്പോട്ടുകൾ ചെന്ന് അറ്റാക്ക് ചെയ്തേക്കുന്നത്. പാകിസ്ഥാനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബങ്കറുകളാണല്ലേ. പാകിസ്ഥാന്റെ ഒരു പ്രൊഫൈൽ നമ്മൾ നിർത്തി നോക്കി കഴിഞ്ഞാൽ ടെററിസ്റ്റ് ക്യാമ്പുകൾ കൂടുതലും ബങ്കറുകളോട് കൂടിയിട്ടുള്ള ക്യാമ്പുകളാണ്. അതായത് ഗ്രൗണ്ടിന്റെ താഴെയുള്ള രീതിക്കായിരിക്കും ഇവന്മാരെ സുരക്ഷിത താവളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് ഒരു മിസൈൽ അറ്റാക്കോ അല്ലെങ്കിൽ എന്ത് തരം അറ്റാക്കോ വന്നു കഴിഞ്ഞാലും ഒന്നും പറ്റാത്ത രീതിക്കുള്ള സ്വയം
സേഫ്റ്റി. കാര്യം ഇവർ ടെററിസ്റ്റാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് പേടിയുണ്ട്, സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് തന്നെ ഇവന്മാരെല്ലാം ബങ്കറുകളിലാണ് താമസിക്കുന്നത്. സോ ഈ ബങ്കറുകളെ തടയണമെന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള മിസൈലുകൾ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇന്ത്യ യൂസ് ചെയ്തേക്കുന്ന, ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്തേക്കുന്ന മറ്റൊരു മിസൈലാണ് ഹാമർ മിസൈൽ എന്ന് പറയുന്നത്. ഈ ഒരു പേര് പറയുന്ന പോലെ തന്നെ ഈ ഒരു മിസൈൽ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഏത് വെതർ കണ്ടീഷനിൽ ഇതിനെ തൊടുത്തു വിടാനായിട്ട് സാധിക്കും. വൺസ് ഈ ഒരു സംഭവം തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ബങ്കറുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ, ഇതിന്റെ മുമ്പിലുള്ള ആ ഒരു വെയിറ്റും ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഷേപ്പ് കൊണ്ട് തന്നെ ഈ ചെന്ന് വീഴുന്ന ഭാഗത്ത് വലിയൊരു തുളയുണ്ടാക്കും എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതായത് ഇടിച്ച് പൊളിച്ച് ബങ്കറുകളെ പോലും തകർത്തെറിയുന്ന തരത്തിലാണ് ഇത് ചെന്ന് വീഴുക. വീണതിന് ശേഷമാണ് ഇത് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ബങ്കറുകളാണെന്നുണ്ടെങ്കിലും ഹാമർ മിസൈലുകൾക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല. അതെല്ലാം തകർത്തെറിയാനായിട്ട് ഈ മിസൈലെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഈ പ്രാവശ്യം യൂസ് ചെയ്ത മറ്റൊരു കൂട്ടം മിസൈൽസ് ആണ് ഹാമർ മിസൈൽസ് എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ മറ്റൊരു സൈഡിലൂടെ സുഗോയ് എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ബ്രഹ്മോസ് മിസൈലുകൾ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും പവർഫുൾ എന്ന് പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ മിസൈൽ എന്ന് പറയാൻ പറ്റുന്ന ബ്രഹ്മോസ് മിസൈലുകൾ, അതൊരു ലോങ് റേഞ്ച് മിസൈലാണ്. കുറെ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന, കിലോമീറ്റർ കണക്കിന് ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. ഈ മിസൈലുകൾ കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ, പാകിസ്ഥാനി ടെററിസ്റ്റുകൾക്കെതിരെ, പാകിസ്ഥാനികൾക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെയുള്ള സിവിലിയൻസിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, പാകിസ്ഥാനി ടെററിസ്റ്റുകൾക്കെതിരെ ഇന്ത്യ ഒരു ലോങ് റേഞ്ച് അറ്റാക്ക് നടത്തി എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 9ഓളം വരുന്ന സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് ലഷ്കർ ഇ തൈബ പോലെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന സ്പോട്ടായിട്ടുള്ള ബഹവാൽപൂർ പോലെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് ഈ ഒരു സാധനം അവർ തൊടുത്തു വിട്ടേ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. MiG-21 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന് അതൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈൽ എന്ന് പറയുന്നത് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലാണ്, ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് നിങ്ങളൊരു വാർത്ത കേട്ടതുകൊണ്ട് ഒരു കാര്യം അറിയില്ല, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ റേഞ്ച് പിടികിട്ടും. കുറച്ച് നാൾ മുമ്പ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ അറിയാതെ, ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം പോലെ അറിയാതെ കൈത്തട്ടി അങ്ങ് പറന്നുപോയി എന്നുള്ളൊരു കാര്യം, അതും 3-3.5 മിനിറ്റോളം പാകിസ്ഥാനി എയർ സ്പേസിലൂടെ കടന്നുപോയി എന്നുള്ളൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാധാരണ ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കം പോലും നമ്മൾ വെറുതെ തീ കൊടുക്കാതെ അങ്ങ് പറന്നുപോയില്ലേ അല്ലെ. പാകിസ്ഥാൻ ചൈനയിൽ നിന്നൊരു റഡാർ സംവിധാനം വാങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ മുൻപേ തന്നെ ഒരു വാർത്തയായിട്ട് വന്നായിരുന്നു. അത് വലിയ രീതിയിലുള്ള ഡിസ്കഷൻ ആയിട്ടൊന്നും മാറിയിരുന്നില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഡിഫൻസിനെ ചെറുക്കാൻ തക്കവണ്ണമുള്ള ചൈനയുടെ ഒരു സംഭവമാണ് പാകിസ്ഥാൻ വാങ്ങിക്കുന്നത്. ഇന്ത്യയിൽ നിന്നൊരു സാധനം തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, ഒരു മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അതിനെ തടയാനും അതിനെ കണ്ടുപിടിക്കാനായിട്ട് തക്കവണ്ണമുള്ള ഒരു ശക്തിയുള്ള ഒരു റഡാറാണ് പാകിസ്ഥാൻ വാങ്ങിക്കുന്നത് എന്നുള്ള വാർത്തകളായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു റഡാറിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അന്ന് അങ്ങനെ ഒരു ബ്രഹ്മോസ് മിസൈൽ തൊടുത്തു വിട്ടേ എന്നുള്ള രീതിക്കുള്ള പല വാർത്തകൾ നമുക്ക് പല മാധ്യമങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിച്ചായിരുന്നു. അതായത് അറിയാതെ കൈതട്ടി പോയതാണോ അതോ ഈ റഡാറിന്റെ ഒരു പവർ അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ട് നീക്കമായിരുന്നു അന്ന് ആ പറത്തി വിട്ട ഒരു മിസൈൽ എന്നുള്ളൊരു കാര്യം കൂടി വലിയ രീതിയിലുള്ള ഡിസ്കഷൻ ആയിട്ട് വന്നായിരുന്നു. എനിവേസ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അനുസരിച്ച് ഇന്ത്യനെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല. അത് 1971 മുതലേ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 93,000 സോൾജേഴ്സിനെ, പാകിസ്ഥാനി പട്ടാളങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പഴയ ഇന്ത്യയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ആ രാജ്യം തന്നെ വേണമെങ്കിൽ ഇല്ലാതാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയല്ല, ഏതൊരു യുദ്ധം തുടങ്ങിയിരിക്കുന്നത് മറ്റു രാജ്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനാണ് തുടക്കത്തിൽ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് ഈ ഒരു അറ്റാക്ക് എന്നല്ല, ഇതിനു മുമ്പ് നടന്നേക്കുന്ന ഉറി മുതലുള്ള അറ്റാക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് എല്ലാ സ്ഥലങ്ങളും വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. തുടക്കം വെച്ചേക്കുന്നത് പാകിസ്ഥാനാണെന്നുണ്ടെങ്കിലും തിരിച്ചടിച്ച് അതിന്റെ ഒരു അവസാനം ഇട്ടേക്കുന്നത് എന്നും ഇന്ത്യയാണ്. ഈ തവണയും അത് ഇന്ത്യ തന്നെയായിരിക്കും. അവിടെ ന്യൂക്ലിയർ ബോംബുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലൊന്നും കാര്യമില്ല. ഇന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ആൾക്കാരും സ്ട്രോങ് ആണ്. ഇവിടെയുള്ള നേതാക്കന്മാരും, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പല ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു അറ്റാക്കിന്റെ കാര്യം വരുന്ന സമയത്ത് എല്ലാവർക്കും പ്രധാനമന്ത്രി മോദിനെ കുറിച്ച് ഒറ്റ അഭിപ്രായമുള്ളൂ, ഒരു കിട്ടിലൻ അറ്റാക്ക് തന്നെയായിരുന്നു ഒരു കാര്യം പറയാൻ പറ്റൂലേ. പലരും ആ സമയത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുന്നത്, എല്ലാവർക്കും അറ്റാക്ക് എന്ന് പറയുന്നത്, വാർ എന്ന് പറയുന്നത് ഒരു ആഘോഷമാണെന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിലോട്ട് എത്തുന്നവരെ വാർ എന്ന് പറയുന്ന ഒരു ആഘോഷം എന്നുള്ള രീതിക്കുള്ള പല സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ സാധിച്ചിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ ഭീകരാക്രമികൾ വന്ന് ആക്രമിച്ചു പോകുന്ന സമയത്ത് നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയോ അത് അതിനെതിരെ തിരിച്ചടിക്കുന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ അവർ വന്ന് ചൊറിഞ്ഞു, അത് തുടക്കം വെച്ചത് അവരായിരുന്നു. നമ്മൾ മര്യാദയ്ക്ക് വളരെ സമാധാനപരമായിട്ട് തീർക്കുന്ന തരത്തിൽ അധികം പറയാനായിട്ട് നോക്കി, പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായ സമയത്ത് ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞേക്കുന്ന പോലെ
യുദ്ധം ചെയ്ത് അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള രീതിക്ക് ഒരു തീരുമാനം എടുത്തു. അങ്ങനെ പാകിസ്ഥാനിലുള്ള ഭീകരരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ഒരു കൃത്യമായുള്ള തയ്യാറെടുപ്പ് നടത്തി, അവർക്കെതിരെ ഒരു അറ്റാക്ക് നടത്തി. ഇപ്പൊ വീണ്ടും അവർ ഇന്ത്യനെ അടിക്കാനായിട്ട് വരുന്നു. എങ്ങനെ പോയി കഴിഞ്ഞാലും ഇത് യുദ്ധമാണെങ്കിൽ യുദ്ധം, എങ്ങനെയാണെങ്കിലും അത് ഇന്ത്യ തന്നെയായിരിക്കും അത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം 14 ദിവസങ്ങളോളം ആ രാജ്യത്തുണ്ടായിരുന്ന ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാകിസ്ഥാൻസിന്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റ് പല സ്ഥലങ്ങളിൽ അവർ പൊതുവായിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇനി അഥവാ ഇന്ത്യ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ ന്യൂക്ലിയർ എടുത്ത് പ്രയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്ത്യ അതിന് കൊടുത്തേക്കുന്ന മറുപടി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദി അതിന് കൊടുത്തേക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അതൊരു ഗംഭീര മറുപടിയായിരുന്നു. ഞങ്ങൾ ഇവിടെ വെച്ചേക്കുന്നത് ഞങ്ങളുടെ അമ്യൂണേഷൻ സിസ്റ്റംസുകളും മിസൈലുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങ് എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ടാന്നുള്ള രീതിക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിനകത്ത് പറയുന്ന ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് പാർട്ടിയും അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോമാഞ്ചം തന്നെയായിരുന്നു. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, എന്തിനാണ് ഇന്ത്യ അവരെ തിരിച്ചടിക്കുന്നത്, അവിടെയുള്ള കുറെ ആൾക്കാർ മരണപ്പെടുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ മരണപ്പെടുന്നവര് ഭീകരരാണ്. ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ നിങ്ങളൊക്കെ കാശ്മീരിൽ പോകുന്ന ആൾക്കാരാണല്ലേ, കാശ്മീരിൽ ഞാനും ഇതിനു മുമ്പ് കുറച്ചാൾ മുമ്പ് പോയിക്കുന്ന ഒരാളാണ്. നമ്മളുടെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് ഈ ഭീകരവാദികളുടെ ഭാഗത്തു നിന്നുള്ളൊരു അറ്റംപ്റ്റ് ഉണ്ടായ, ഒരു അറ്റാക്ക് ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരെല്ലാം മരണപ്പെട്ടേക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒരു മാനസികാവസ്ഥ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെതിരെ തിരിച്ചടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ? നിങ്ങളുടെ ഉള്ളിൽ അവർ കനൽ കെട്ടിക്കിടക്കില്ലേ? ഈ ഒരു കാര്യത്തിലുള്ള മറുപടി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തേക്കുന്നത്. പാകിസ്ഥാൻ തുടങ്ങി വെച്ചേക്കുന്ന ഒരു കാര്യം ഇന്ത്യ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അറ്റാക്കിന്റെ ഒരു അവസ്ഥ പോയിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ ഡിഫൻസിലുള്ള ഒരു ഒഫീഷ്യൽ പറഞ്ഞേക്കുന്ന പോലെ പിക്ചർ അഭി ബാക്കി ഹേ മേരെ ദോസ്ത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ഇതൊന്നും അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അത് എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടറിയാം. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരും ദിവസങ്ങൾ വരുന്നതുമായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.